നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എന്തൊരു മാറ്റമാണ് ആൻ്റണിക്ക് സംഭവിച്ചിരിക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അദ്ദേഹത്തിൻ്റെ കരിയർ തീർന്നു എന്ന് കരുതിയെടുത്തതെന്ന് ഇതാ സ്പെയിനിൽ പോയിട്ട് റയൽ ബെറ്റിസിനായിട്ട് പൊളിച്ചെടുക്കുന്ന താരം. ഇന്നലെയും അദ്ദേഹത്തിൻ്റെ മാജിക്കൽ പെർഫോമൻസ് കണ്ടു. ഗോളും അസിസ്റ്റുമായിട്ട് ആൻ്റണി മിന്നിത്തിളങ്ങിയ മത്സരത്തിൽ 4-0 റയൽ ബെറ്റീസ് വിറ്റോറിയസിയെ പരാജയപ്പെടുത്തി യൂറോപ്പ കോൺഫറൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 കടന്ന് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ കണക്കുകൾ നമ്മൾ നോക്കുക, മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് 96 മത്സരങ്ങൾ കളിച്ചിട്ട് അദ്ദേഹം 12 ഗോളുകളാണ് നേടിയിരുന്നത്. ഇപ്പോൾ 10 മത്സരങ്ങളിൽ നിന്ന് മാത്രം 4 ഗോളുകൾ റയൽ ബെറ്റീസിനായിട്ട് അദ്ദേഹം നേടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊത്തം പ്രകടനം നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ യൂറോപ്പ കോൺഫറൻസ് ലീഗിൽ 2 ഗോളുകളും 2 അസിസ്റ്റുമായി കഴിഞ്ഞു. അതുപോലെ ലാലിഗയിലും 2 ഗോളുകളും 2 അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നർത്ഥം. അതായത് യുണൈറ്റഡിനായിട്ട് കഴിഞ്ഞ സീസണിൻ്റെ തുടക്കം മുതൽ അദ്ദേഹം കളിച്ച 52 മത്സരങ്ങളിൽ നിന്ന് ആകെ നേടിയത് 4 ഗോളും 2 അസിസ്റ്റുകളുമായിരുന്നെങ്കിൽ, ഇവിടെ ആൻ്റണി 10 മത്സരങ്ങൾ കളിക്കുമ്പോഴേക്കും റയൽ ബെറ്റിസിനായിട്ട് 4 ഗോളുകളും 4 അസിസ്റ്റും നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതാ നമ്മൾ പറഞ്ഞത് എ പ്ലെയർ റീബോൺ ഇൻ സ്പെയിൻ എന്ന്. അപ്പോൾ ആകെ 10 കളികൾ അദ്ദേഹം ഇപ്പോൾ കളിച്ചു കഴിഞ്ഞു ബെറ്റീസിന് എന്ന് പറയുമ്പോൾ 4 ഗോളുകൾ 4 അസിസ്റ്റ്, 8 ഗോൾ ഇൻവോൾവ്മെൻറ്റുകൾ. 10 കളികളിൽ നിന്ന് 8 ഗോൾ ഇൻവോൾവ്മെൻറ്റുകൾ. ഓരോ 102 മിനിറ്റുകളിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നു. 7 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. 20 കീ പാസുകൾ അദ്ദേഹം കൊടുത്തു. 16 തവണ അദ്ദേഹം ഫൗൾസ് വിൻ ചെയ്തു. സോ ഇതൊരു സൂപ്പർ തുടക്കമാണ്. അയാക്സിൽ നമ്മളൊരു ആൻ്റണിയെ കണ്ടിരുന്നു. ബ്രസീൽ വല്ലാതെ പ്രതീക്ഷിച്ചൊരു ആൻ്റണി. അത് പക്ഷേ യുണൈറ്റഡിലേക്ക് എത്തുമ്പോൾ എവിടെയോ നഷ്ടപ്പെടുന്ന കാഴ്ച. ഇപ്പോൾ വീണ്ടും സ്പെയിനിലേക്ക് എത്തിയിട്ട് ആ മാജിക്ക് തിരിച്ചെടുക്കുമ്പോൾ ആരാധകർ ആവേശത്തോടു കൂടി പറയുന്നു, ആൻ്റണി സ്റ്റാറാടാ, അവൻ സ്റ്റാർ തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.